ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ഈ വീഡിയോ സീരീസിലൂടെ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്നല്ലേ. അപ്പോൾ ഈ വീഡിയോനകത്ത് ഞാനൊരു 3-4 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് എന്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നതെന്നുള്ളൊരു കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ് ഈ വീഡിയോസ് കൊണ്ടുള്ള പ്രയോജനം. ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് ഈ വീഡിയോസ് കൊണ്ടുള്ള പ്രയോജനം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോസ് എന്താണ് എൻ്റെ ഒരു പർപ്പസ് എന്നുള്ള കാര്യമാണ് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ. നാലാമത്തേന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓൺലൈൻ ബുട്ടീക്കുണ്ട്, നീമാസ് ഡിസൈനർ സ്റ്റുഡിയോ. അപ്പം അതിലൂടെ കടന്നു ഉണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു നീമാസ് ഡിസൈനർ സ്റ്റുഡിയോ, എൻ്റെ പേര് നീമാസ് അജു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് എടുക്കാം അല്ലേ. ആദ്യത്തെ കാര്യം എന്താണ് ഞാനിതിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് കേട്ടോ. അതായത് നമുക്ക് ഫാഷൻ ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ്. ഒരു ഹോം ബുട്ടീക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ, നന്നായിട്ട് ഈ ഒരു വീഡിയോസ് സീരീസ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്രിയേറ്റിവിറ്റിയോ, അതൊന്നും നമുക്കില്ലല്ലോ എന്ന് ചോദിക്കും. ഒരു കുഴപ്പമില്ല. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്ത് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ തന്നെ, പിൻട്രസ്റ്റ്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഒത്തിരി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഡിസൈൻസിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലൊരു ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എക്സാക്റ്റ് അത് കോപ്പി അടിക്കുക എന്നുള്ളതല്ല. 2-3 ഡിസൈൻസ് കാണുമ്പം അതിലിങ്ങനെയുണ്ട് ഇതിലിങ്ങനെയുണ്ട്, അപ്പം നമ്മുടെ മൈൻഡിലൊരു പുതിയ ഐഡിയ വരും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാം. നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗാർമെൻറ്റ് ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ഒരു ഗാർമെൻറ്റ് ആക്കി, ഒരു ഫാബ്രിക്കിനെ ഒരു ഗാർമെൻ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ഒരു പ്രോസസ്സിലൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ പ്രോസസ്സുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ. അപ്പം ഒരു ഡിസൈനർ വേണ്ടുന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിനി പറയാനായിട്ട് പോകുന്നത്. അതായത് ഒരു ഡിസൈനർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് വരയ്ക്കണം. ഒരു ഗാർമെൻറ്റ് മേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടണ്ടേ. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ നമുക്ക് അവരൊരു സജഷൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളിതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. വരയ്ക്കാൻ അറിയാത്തവർ പേടിക്കണ്ട, നമുക്ക് ഈസി ആയിട്ടൊക്കെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഗാർമെൻറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് വരച്ച് കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കാം. ഓക്കെ, ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ ആ പുള്ളിയുടെ മെഷർമെൻറ്റ്സ് എങ്ങനെ നമുക്ക് എടുക്കാം, അത് ഇപ്പം ഓഫ്ലൈനായിരുന്നാലും ഓൺലൈനിലായിരുന്നാലും എങ്ങനെ എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അടുത്ത് വരുന്നതാണ് പാറ്റേൺ മേക്കിംഗ്. നമ്മളെടുത്ത ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാറ്റേൺ ചെയ്യണം. പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒട്ടിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. സോ പാറ്റേൺ മേക്കിംഗ് ആണ്. അപ്പം ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ഗാർമെൻറ്റ് ഇരിക്കുന്നത്, ആ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കും. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത സാധനത്തിന് നമ്മൾ ക്ലോത്തിലോട്ട് മാറ്റണം. അപ്പോൾ ക്ലോത്തിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ക്ലോത്ത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഈ ക്ലോത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ എങ്ങനെ അതിന് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗാർമെൻറ്റ് മേക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ സീരീസിലൂടെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിനെ എങ്ങനെ ബിസിനസ് ലെവലിലോട്ട് ചെയ്യാമെന്നുള്ള വീഡിയോസ് നെക്സ്റ്റ് ലെവലിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വീഡിയോസ് കാണും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരു ബൊട്ടീക്കിൽ നമുക്ക്
ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഗാർമെൻറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്കണം കേട്ടോ. ഇത് ഞാൻ അറിഞ്ഞിടാത്തവർക്ക് ഞാൻ പിന്നെ വരുന്ന വീഡിയോസിൽ അത് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കണം. അപ്പം ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താ പറഞ്ഞത്, ആർക്കൊക്കെയാണ് ഈ വീഡിയോ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ ഈ വീഡിയോസ് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കുഞ്ഞിലെ ഭയങ്കര പാഷനുണ്ട്, ഫാഷൻ ഡിസൈനർ ആകണമെന്ന് ഭയങ്കര പാഷനുണ്ട്, ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര പാഷനുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടുകാർ കട്ടക്കലിപ്പ്. വീട്ടുകാർക്ക് അറിയാമെന്നുള്ളത് ആകെ കൂടെയുള്ള ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വിയിൽ കാണുന്ന ഫാഷൻ ചാനലാണ്. കുട്ടികൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും പിന്നെ നടക്കുന്നതെന്നൊക്കെ അങ്ങനെയായിരിക്കും അവർ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ പാരൻസിൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആ ഒരു സെയിം, അതായത് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എന്താണ്, പാരൻസ് പറഞ്ഞു കേട്ട് വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പഠിച്ച് ഇപ്പോൾ ജോലിയൊക്കെ ആയിട്ട്, അപ്പോൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പാഷനുണ്ട്, യെസ് എനിക്ക് ഒരു ഡിസൈനർ ആകണം എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ എന്താണ്, സമയമില്ല. ഇപ്പം ഒരിടത്ത് പോയി പഠിക്കാനായിട്ടുള്ള സമയമില്ല, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ജോലിയുടെ തിരക്ക് അത് ഇത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് ഈ ഒരു സീരീസിൽ പഠിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അത് പ്രയോജനപ്പെടും. പിന്നെ വേറൊരു ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഇത് ഈ കോഴ്സ് ഇച്ചിരി ഒരു സ്ലൈറ്റ്ലി കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പ്രയോജനപ്പെടുത്താം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാം, ഏകദേശമൊക്കെ സ്റ്റിച്ച് ചെയ്യും. പക്ഷേ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാത്ത അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കും ഈ ഒരു വീഡിയോസ് പ്രയോജനപ്പെടും. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം അല്ലേ, ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേണിക്കിടയിൽ. കാരണം ഈ ഒരു ഫീൽഡിലോട്ട് ഞാനൊരു പുതിയ ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കുറേ പേരടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും എന്താ പറയുക, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് തന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് സീക്രട്ട്സ് ആരും അങ്ങനെ പുറത്ത് വിടത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്താണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്കത് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ എൻ്റെ സെയിം ലെവലിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളതിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് വളരത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം ഞാനത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ റെഫർ ചെയ്യുമോ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെ അറിവും കൂടും, നിങ്ങളുടെ അറിവും കൂടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നാലാമത്തെ കാര്യം എന്താണ്, എൻ്റെ ഓൺലൈൻ ബുട്ടീക്കിലെ എക്സ്പീരിയൻസ്, നീമാസ് ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ബുട്ടീക്കിലെ കുറച്ച് എക്സ്പീരിയൻസ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്രിയേറ്റിവിറ്റി വേണം, എന്നൊരു ഡിസൈനർ ആണെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയതിനു ശേഷമേ നമ്മളൊരു കാര്യം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഞാനിപ്പം ഒരു കാര്യം ഇങ്ങനെ കോഴ്സ് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വിചാരം എന്താണ്, കോഴ്സ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ബൊട്ടീക്കോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ കയറി ഒരു 2 മാസം ആയപ്പോഴത്തേക്കാണ് നമ്മുടെ കോവിഡ് വന്ന് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയത്. അപ്പോൾ എന്താ സംഭവിച്ചത്, എനിക്ക് 2-3 വർഷം പോയി കിട്ടി. ഓൺലൈനിൽ ക്ലാസ് ഉണ്ടായിരുന്നു, എന്നാലും അപ്പോഴൊന്നും നമ്മളിതൊന്നും ചിന്തിക്കത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്നൊന്നും ചിന്തിക്കത്തില്ല, ഇതൊന്ന് കഴിയട്ടെ, കോഴ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ
വീണ്ടും കോവിഡൊക്കെ കഴിഞ്ഞു, ആ ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞു, വീണ്ടും നെക്സ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് എത്ര വർഷമായി, 1 2 3 വർഷമായി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്, എന്നിട്ട് നമുക്ക് ഇതുവരെയ്ക്കും ഒരു ഔട്ട്പുട്ട് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ തോന്നി ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്തു. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടു. അങ്ങനെ കുറേ ഓർഡേഴ്സൊക്കെ വന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, അതായത് നമ്മൾ എന്താ പറയുക, പെർഫെക്ഷൻ ആകാൻ നിൽക്കരുത്. കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടേ നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് വാശി പിടിക്കരുത്. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കായിരിക്കും ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മക്കൾക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ അവരെന്തായാലും അതിൻ്റെ ഡിഫക്ട്സ് ഒന്നും നമുക്ക് പറയത്തില്ല. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനോ, അതായത് നമ്മുടെ അടുത്ത് ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ പറയും, എടാ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള ആളെ നിന്ന് കുത്ത് കിട്ടുന്നുമില്ല എന്നാൽ അവർ നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ചെയ്തു കൊടുത്ത ഒരു 2-3 വർക്ക്സ്, ഫസ്റ്റ് ചെയ്തു കൊടുത്ത വർക്കൊക്കെ കുറേയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. എന്താ പറയുക, ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് മാറി, അങ്ങനെ കുറേ നമ്മൾ പ്രൊഫഷണൽ സ്റ്റിച്ചേഴ്സൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ 2-3-4 കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അത് പെർഫെക്ഷൻ ആകാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ബൊട്ടീക്കുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഒരു 1-2 ഫാഷൻ ഷോസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഫാഷൻ ഷോസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഏതെങ്കിലും ഒരു ഈവൻറ്റ്സ് സംഘടിപ്പിക്കുന്ന ഫാഷൻ ഷോസ് കാണാം. അപ്പോൾ നമുക്കതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ 1-2 ഗാർമെൻറ്റ്സ് അതിൽ ചെയ്ത് നമ്മളൊന്ന് ചെയ്യണം. കാരണമെന്ന് പറഞ്ഞാൽ, ഞാനിത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സിട്ട് ആ മോഡൽ റാമ്പിലിങ്ങനെ വാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലൊരു ഞാനൊരു ഡിസൈനറാണ്, എൻ്റെ ഡ്രസ്സ് ഇട്ടാണ് ഇതേ ആ മോഡൽ വാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം, ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, എൻ്റെ ഡ്രസ്സ് ഞാൻ 2-3 ഷോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം മറ്റുള്ളവർക്കും നമ്മളെ പറ്റിയിട്ടൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ 2 ഷോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രം ലുലുവിൽ വെച്ചിട്ടൊരു ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് കൊച്ചിയിൽ ഒരു വൈബ്സ് 360 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പിക്ചർ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനത്തെ ഷോസൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വിചാരിക്കും എന്നെക്കൊണ്ടിത് പറ്റുമോ, എന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, വി ആർ മോർ പവർഫുൾ ദാൻ വി തിങ്ക്. അതായത് യു ആർ മോർ പവർഫുൾ ദാൻ യു തിങ്ക്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര പവർഫുള്ളാണോ നമ്മളെല്ലാം. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതെൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം നമുക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. ഓക്കെ, പലരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇറങ്ങി ഒന്ന് തിരിച്ചു നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ ബലം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഈ സീരീസിലൂടെ എന്നൊപ്പം യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ഓൺലൈൻ ബൊട്ടീക്ക് ഉണ്ടാക്കാനും നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആകാനും സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് തൊട്ടായിരിക്കും നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദിസ് ഈസ് മീ നീമ സജു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.